എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാപ്രാണം, ഇരിഞ്ഞാലക്കുട സമീപം മാപ്രാണം ലാൽ ആസ്പത്രിൻ്റെ പിന്നിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് പുതിയ വീടാണ്, പണി മൊത്തത്തിൽ തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുറ്റം മൊത്തം ഇൻ്റർലോക്ക് ടൈല് വിരിച്ച് തരുന്നതായിരിക്കും. ഇത് മൊത്തത്തിൽ 7.25 സെൻറ്റ് സ്ഥലം, അതിൽ ഏകദേശം 1650 സ്ക്വയർ ഫീറ്റിൽ പണിത 3 ബെഡ്റൂമുള്ള പുതിയ വീടാണ് സുഹൃത്തുക്കളെ. വറ്റാത്ത കിണറാണുള്ളത്. എക്കാലത്തും നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന ഏരിയയാണ്. ഈ ഭാഗം മൊത്തം ഫ്ലഡ് ഫ്രീ ഏരിയയാണ് സുഹൃത്തുക്കളെ. ഇത് മൊത്തത്തിൽ 7.25 സെൻറ്റ് സ്ഥലമാണ്. സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടി ചേർന്നിട്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം മേടിക്കാൻ സാധിക്കുന്നതാണ്. 5 സെൻറ്റോ 10 സെൻറ്റോ വേണമെങ്കിൽ കൂട്ടി മേടിക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനൊപ്പം നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ്. ചുറ്റും മതിൽ പണിതിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്കിനി വീടിൻ്റെ ഉൾഭാഗം ഒന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. എൻട്രൻസ് ആദ്യം വരുടെ വലിയൊരു സിറ്റ് ഔട്ടാണ്. താഴെ ഫ്ലോറിന് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ എല്ലാ ജനലും വാതിലൊക്കെ പണിതിരിക്കുന്നത് മരം കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം. എൻട്രൻസ് നമ്മൾ ആദ്യം വരുന്നത് ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് വരുന്നത്. നല്ല വീതിയുള്ള 2 ഭാഗത്തും ജനാലകൾ കൊടുത്തിട്ടുണ്ട്, കാറ്റിനും വെളിച്ചത്തിനും വേണ്ടിയിട്ട്. താഴെ ഫ്ലോറിന് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഷോക്കേസിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല, അതൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ ഇട്ട് തരുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തത് വരുന്നത് നല്ല സ്പേഷ്യസ് ആയുള്ളൊരു ഡൈനിങ് ഹാളിലോട്ടാണ്. ഈ ഭാഗത്താണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. എബവ് ദി കൗണ്ടറാണ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പാണ് വന്നിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വാനിറ്റി ക്യാബിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം നല്ല വീതിയുള്ള ബെഡ്റൂമാണ്. നല്ല വീതിയുള്ള ജനലയും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം സൈസ് വന്നിട്ട് 12x13 ഫീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വാഷ്റൂം ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. വാഷ്റൂമിൻ്റെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ നല്ല മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിൻ്റെ ഷട്ടേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, അത് കംപ്ലീറ്റ് പണി തീർത്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂം സൈസ് സെയിം സൈസാണ്, 12x13 ബെഡ്റൂം സൈസ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്, അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും വാർഡ്രോബിൻ്റെ വർക്ക് തീർത്തിട്ടില്ല, അത് തീർത്ത് തരുന്നതായിരിക്കും. നല്ല വീതിയുള്ള ജനാലകളാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഭാഗത്താണ് വാഷ്റൂം വരുന്നത്. എല്ലാ പണിയും തീർത്തിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ നല്ല മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുക്കള ഒന്ന് കണ്ടു നോക്കാം. അടുക്കളയിൽ കബോർഡിൻ്റെ പണികളൊന്നും തീർത്തിട്ടില്ല, അതായത് ഷട്ടേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പർ ക്യാബിനറ്റിൻ്റെയും ലോവർ ക്യാബിനറ്റിൻ്റെയും ഷട്ടേഴ്സ് ഒന്നും കൊടുത്തിട്ട് അതൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തരുന്നതായിരിക്കും. കോൺക്രീറ്റ് സ്ലാബാണ് കിച്ചൺ സ്ലാബ് വരുന്നത്. സി ഷേപ്പിലാണ് കിടക്കുന്നത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കംപ്ലീറ്റ് ഷട്ടേഴ്സ് ഇട്ട് തരുന്നതായിരിക്കും. ഈ ഭാഗത്ത് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല വീതിയുള്ള ജനാലയും കൊടുത്തിട്ടുണ്ട്. അടുക്കള കഴിഞ്ഞിട്ട് അടുത്ത മുറി വരുന്നത്
ഒരു എക്സ്ട്രാ ഒരു വർക്ക് ഏരിയയിലോട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്, വർക്ക് സ്പേസ് ഉണ്ട്. അതിനൊപ്പം ഒരു പുകയില്ലാത്ത വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ ജനാലയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ മുറി ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയർ കേസുമൊക്കെ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റെയിൽസൊക്കെ SS ഹാൻഡ് റെയിൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുമൊക്കെ ഗ്രിപ്പുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊരു ലിവിങ് സ്പേസ് ഉള്ളതാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം ഒന്ന് കൊണ്ട് നോക്കാം. മൂന്നാമത്തെ ബെഡ്റൂമാണിത്. സെയിം പാറ്റേൺ ആണ്. ബെഡ്റൂം സൈസ് വന്നിട്ട് 12x13 ഫീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഷട്ടേഴ്സിൻ്റെ വർക്ക് തീർന്നിട്ടില്ല. കംപ്ലീറ്റ് ഷട്ടേഴ്സൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. വാഷ്റൂമിൻ്റെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. ഫ്ലോർ ടൈല്, വാൾ ടൈലൊക്കെ മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഭാഗത്ത് നല്ല വീതിയുള്ള ജനാലകൾ കൊടുത്തിട്ടുണ്ട്. 2 ജനാലകൾ കൊടുത്തിട്ടുണ്ട്, എയറും വെളിച്ചവും പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ മൊത്തത്തിൽ 7.4 സെൻറ്റിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇനി അധികം സ്ഥലം ആവശ്യമുള്ളവർക്ക് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ചേർന്നിട്ട് തന്നെ സ്ഥലമുണ്ട്. ആവശ്യത്തിനുള്ള സ്ഥലം മേടിക്കാനുള്ള സൗകര്യം ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടീനെ ചോദിക്കുന്ന വില വന്നിട്ട് 56 ലക്ഷം രൂപയാണ്. പുതിയ വീടാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് പണി തീർത്ത് തരുന്നതായിരിക്കും. ചെറിയ രീതിയിൽ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കണം.